ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഡെസേർട്ടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു ബൈക്ക് യാത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഔട്ടേഴ്സായ അബുദാബിയിലെ റോഡാണിത്. നിങ്ങൾക്ക് മനസ്സിലാകാം, മരങ്ങളും നമ്മൾ കാണുന്ന പച്ചപ്പുമില്ലാത്ത റോഡുകൾ, വെറും മരുഭൂമി, വെറും ചൂട്, അങ്ങനത്തെ റോഡിലൂടെ ഒരു യാത്രയാണ് ഇത്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ വീഡിയോയും ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ അന്തരീക്ഷമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം, ഇറ്റ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം ഫോർ മീ, ഫോർ ഓൾ ഇന്ത്യൻസ്. എനിക്കിപ്പോൾ ഞാനും പാകിസ്ഥാൻകാരും ഇഷ്ടംപോലെ പാകിസ്ഥാൻകാരുള്ള ആൾക്കാരാണ്. ഐ കനോട്ട് ഫേസ് പാകിസ്ഥാൻ പീപ്പിൾ റൈറ്റ് നൗ. എനിക്കെന്തോ ഒരു എൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നു. പാകിസ്ഥാൻകാർ നമ്മളോട് ആ മാതിരി ഒരു വാറിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥ പോകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും TV വെച്ചാലും വാർത്ത വെച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പൽഗാമിനെ മറുപടിയായിട്ട് ഇന്ത്യ സിന്ധൂറിനാണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് 7 to 8 ഭീകരാക്രമണം നടത്തുന്ന കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അത്ര വലിയൊരു ആക്രമണം നടത്തി. അങ്ങനെ ഒരു ഇഷ്യൂലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബിക്കോസ് ഞങ്ങളിവിടെ ദുബായിലുള്ള ആൾക്കാർ പാകിസ്ഥാനിൽ നമ്മുടെ ചേട്ടന്മാരെ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ജീവിക്കണം, അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇവിടെ. മുമ്പേ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വാർ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാർഗിൽ വാർ, പിന്നെ പല വാറുകളും ഉണ്ടല്ലോ. സെക്കൻഡ് വാർ, പാകിസ്ഥാൻ കാശ്മീരിന് വേണ്ടി നടത്തുന്ന വാറുകൾ, അതിനൊക്കെ നല്ലൊരു മറുപടി ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ കേരളമുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കാം. ഇന്നിങ്ങനത്തെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. എൻ്റെ മനസ്സിന് നല്ലതായിട്ട് ഹെർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അനുഭവം ഉണ്ടായതാണ്. ഞാനൊരു കൃഷ്ണയുടെ ഏരിയയിൽ മാളിലിരിക്കണേ. അപ്പോൾ ഒരു പാകിസ്ഥാൻ ആൾ ഇത്തിരി സൗണ്ടിൽ വാർത്ത കേൾക്കണം. പാകിസ്ഥാനിലെ ഉറുദു നമുക്ക് കേട്ടാൽ കുറച്ച് മനസ്സിലാവും. അതിൽ ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യം കേൾക്കണം. ഞാനും ഇവിടെ നിന്നുള്ള അതിനെക്കുറിച്ചുള്ള കേൾക്കണം. അതൊരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ മതപരമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണിത്. അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ജോലി ചെയ്യാനും വളരാനും വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ബേസിക്കലി നമ്മൾ നേറ്റീവ് ഇന്ത്യൻസ് ആൻഡ് അതായത് പാകിസ്ഥാൻ നമുക്ക് സ്വന്തം പ്രദേശത്തെ പോലെയാണ് നമ്മളെ ഇത് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ വരുമ്പോൾ ഹീ ഈസ് ഓൾസോ സീയിങ് ദ ന്യൂസ് ആൻഡ് ഐ എം ഓൾസോ സീയിങ് ദ ന്യൂസ് ആൻഡ് ഐ കനോട്ട് ഈവൻ എനിക്കാളെ ആളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഐ ഫീൽ ഇഷ്യൂസ് മേ ബി ഹിസ് ഫാമിലി ഓർ എനി പീപ്പിൾ. പഞ്ചാബ് പാകിസ്ഥാനിലൊക്കെ പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ അറിയണ കുറേ ആൾക്കാർ എനിക്കുണ്ട്. കുറേ ആൾക്കാരെല്ലാം നമ്മുടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയൊരു ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ഇന്ത്യയിലെ പാകിസ്ഥാൻ ആൾക്കാരില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. നമുക്ക് ഞങ്ങൾ നിൽക്കുന്ന ഇവിടുത്തെ പാകിസ്ഥാൻ ആൾക്കാരാണ്. അവരെയും നമ്മൾ ഫേസ് ചെയ്യണ്ടേ. അവരും ജോലി ചെയ്യാനും വേണ്ടി ഇവിടെ വരുന്നു. നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എനിക്കായിട്ടാണ്. ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്കിത് ഇപ്പോൾ വാർത്തകൾ കേട്ടിട്ട് അങ്ങനത്തെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, വാർ നടക്കുമോ, അങ്ങനത്തെ വർത്തമാനമാണ് കേൾക്കുന്നത്. എനിക്കൊരു വിഷമം ആൾക്കാരാണ്.